കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. സഭയിലുള്ള പ്രിയപ്പെട്ടവരും അയൽ സഭകളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരും വിശേഷാൽ കർത്താവിൻ്റെ വേലയിൽ അനുഗ്രഹീതരായി നിൽക്കുന്ന ദൈവദാസന്മാരും എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവന്ദനം ഞാൻ പ്രത്യേകമായി അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലുമെന്നും ഇവിടെയുള്ള ദൈവജനത്തോടൊരുമിച്ചായിരിക്കാനും തുറക്കപ്പെട്ട തിരുവെഴുത്തിൽ നിന്ന് സംസാരിപ്പാനും ദൈവം എളിവനെയും ബലപ്പെടുത്തി. ഇതിനായി എന്നെ ക്ഷണിച്ച പട്ടം ബ്രദർ അസംബ്ലിയോട്, പ്രത്യേകിച്ച് എൽഡേഴ്സിനോട്, ചുമതലപ്പെട്ട എല്ലാ സഹോദരന്മാരോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ വളരെ ആത്മാർത്ഥതയോടെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് പിൻബലമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാ വിലയേറിയ ദൈവജനത്തിൻ്റെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന് 12-ാം വാക്യത്തെ അധികരിച്ച് ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന ഒരാശയത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസം ചിന്തിച്ചത്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്നത് എന്തല്ല പിന്നെ എന്താണ് എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തി അല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുമാത്രമല്ല, അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് 4 ആശയങ്ങൾ നമ്മൾ ഓർക്കുകയും അതിൻ്റെ പ്രായോഗിക വശങ്ങൾ നാം ചിന്തിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഓർത്തത് എന്തിനു വേണ്ടിയൊക്കെ നാം രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിന് 1-ാമത്തെ കാര്യം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുകയുണ്ടായി. അനുഗ്രഹീതമായ ഒരു സഭാ ജീവിതത്തിന് നാം പ്രവർത്തിക്കണം എന്നുള്ളത്. 2-ാമത്തെ കാര്യം നാം അതിൻ്റെ പ്രാരംഭ ഭാഗം ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ 14-ാം വാക്യമാണ് നമ്മൾ കണ്ടത്. അനുഗ്രഹീതമായ വേർപാട് ജീവിതത്തിനായി നാം പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അനുഗ്രഹീതമായ വേർപാട് ജീവിതത്തിനായി നാം പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ഒരു വേർപാട് ജീവിതത്തെക്കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഊന്നി പറയുകയാണ്. ഈ തലമുറയെക്കുറിച്ച് വായിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ എന്ന് നാം കാണുകയുണ്ടായി. ഈ തലമുറയുടെ നടുവിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ വേർപാട് പാലിച്ച് ജീവിക്കേണ്ടത്. നാം ഓർത്തു, പുരാതന ഋഷിമാരൊക്കെ അവർ വിചാരിച്ചത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജനത്തിൻ്റെ നടുവിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും വിജനമായ സ്ഥലത്ത് പോയി, ആരുമില്ലാത്ത, ആരുടെയും സമ്പർക്കമില്ലാത്ത സ്ഥലത്ത് പോയി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം എന്നവർ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവെഴുത്ത് പറയുന്ന ഭക്തി ജീവിതം അഥവാ വേർപാട് ജീവിതം എന്ന് പറയുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ്. അധർമ്മികളായ ആളുകൾ, പാപികളായ ആളുകൾ, വഷളത്വം പ്രവർത്തിക്കുന്ന ആളുകൾ, അവരോടൊപ്പം നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ഈ ലോകത്തിൽ അവരുടെ നടുവിൽ നാം വേർപാട് പാലിക്കണം എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ലോകത്തിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ആക്കിയിരിക്കുന്നത്? ലോകക്കാരാകാതെ ലോകത്തിൽ ജീവിക്കേണ്ടതിനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നാം പിന്നീട് നമ്മൾ കണ്ടത്, ലോകത്തെ നമ്മൾ ലോകത്തോട് വേർപെടണം എന്ന് പറഞ്ഞാൽ ലോകത്തോടൊരു താല്പര്യം വരുമ്പോഴാണ് ലോകത്തോട് നമുക്ക് അടുക്കാനായിട്ട് ഒരു സാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ലോകത്തെ സ്നേഹിക്കാനായിട്ട് പാടില്ല? അതിൻ്റെ ഒരു കാരണം നമ്മൾ ഇന്നലെ ഓർക്കുകയുണ്ടായി. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഏതെങ്കിലും നിലകളിൽ ലോകത്തെ സ്നേഹിച്ചാൽ ആ വ്യക്തി ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയാണ്. നാം ഒരു കാരണവശാലും ലോകത്തെ സ്നേഹിക്കരുത് എന്നുള്ളതിൻ്റെ ആ വലിയ ആഹ്വാനം ഊന്നി പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ഇന്നലെ ഓർക്കുകയുണ്ടായി. ഇനി ഞാൻ വിശദീകരണങ്ങൾ കൂടാതെ എന്തുകൊണ്ട് നമ്മൾ ലോകത്തെ സ്നേഹിക്കരുത് എന്നുള്ളതിലെ ചില വാക്യങ്ങൾ കൂടി
പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. 1 John chapter 2 verse 15. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യം. നാം ലോകത്തെ സ്നേഹിക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ന് നാം അവിടെ മനസ്സിലാക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന് 15-ാം വാക്യം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നോക്കണേ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇത് ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ സ്നേഹിക്കുന്നവനെ കൽപ്പന പ്രമാണിക്കുന്നു എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. അപ്പം നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഇവിടെ വായിക്കുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതൊരു വിശാലമായ ഒരു ഏരിയ ആയിട്ടത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അതിനെ നാം സ്നേഹിക്കാനായിട്ട് പാടില്ല എന്ന് ഇവിടെ പറയുകയാണ്. അപ്പം എന്തുകൊണ്ട് ലോകസ്നേഹം അനുവദനീയമല്ല? ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അടുത്തത് 3-ാമത്തെ കാര്യം, അതിന് 16-ാം വാക്യം വേഴ്സ് 16. 16-ാം വാക്യം, ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ ലോകം നമുക്ക് തരുന്ന 3 കാര്യങ്ങളാണ് ഈ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ ലോകം നമുക്ക് തരുന്ന 3 കാര്യങ്ങൾ. ലോകത്തെ നമ്മൾ സ്നേഹിക്കുന്നതോറും ലോകം നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രോഗ്രാം നടക്കുമ്പം പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ കൊടുക്കാറുണ്ടല്ലോ. അവരെ നമ്മൾ ഒന്ന് പുഷ് ചെയ്യുകയാണ്, ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസി ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോകം നമുക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ് തരുന്നതെന്ന് നമ്മൾ ഈ 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ലോകത്തിന് നമുക്ക് തരാനായിട്ടുള്ളത്. 3 കാര്യങ്ങളെ ഉള്ളൂ. ആ 3 കാര്യങ്ങൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. 16-ാം വാക്യം, നോക്കണേ, ഈ 3 കാര്യങ്ങളാണ് ലോകത്തെ സ്നേഹിച്ചാൽ ലോകം നമുക്ക് തരുന്നത്. 1 ജഡമോഹം, 2 കൺമോഹം, 3 ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കയ്യിൽ ഉള്ളതേ ലോകത്തിന് തരാനായിട്ട് പറ്റത്തുള്ളൂ. ലോകത്തിന്റെ കയ്യിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് ആവശ്യമായ എന്തെങ്കിലും കാര്യം തരണമെന്ന് ലോകം ആഗ്രഹിച്ചാൽ അത് ലോകത്തിന് തരാൻ പറ്റുകയില്ല. കാരണം ലോകത്തിന്റെ കയ്യിൽ അതില്ല. ലോകത്തിന്റെ കയ്യിലുള്ളത് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്, ഒരു വിശ്വാസി ലോകത്തെ സ്നേഹിച്ചാൽ ഈ 3 കാര്യങ്ങൾ ലോകം ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കിട്ടുന്നതിനനുസരിച്ച്, ഇത് കിട്ടും തോറും നമ്മൾ പിന്നെയും ആരായിക്കൊണ്ടിരിക്കും? ലോകസ്നേഹികളായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ദൈവത്തോട് അകന്നുപോയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന് 2 പക്ഷമില്ല. ഒന്നുകിൽ കൺമോഹം, അല്ലെങ്കിൽ ജഡമോഹം, അല്ലെങ്കിൽ ജീവനത്തിന്റെ പ്രതാപം. ഇത് 3 ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മളെ ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ ലോകം നമുക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ്. അത് കിട്ടുന്തോറും നമ്മൾ കുറെ കൂടി ജഡികരായിത്തീരുകയാണ്. അത് ലഭിക്കും തോറും നമ്മൾ പിന്നെയും അനാത്മികരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാനായിട്ട് പാടുള്ളതല്ല. 4-ാമത്തെ ആശയം എന്നുള്ള നിലയിൽ അതിന്റെ 16-ാം വാക്യം, അതിന്റെ 17-ാം വാക്യം നമുക്ക് നോക്കാം. 17-ാം വാക്യം, ലോകം തരുന്നതെല്ലാം നശ്വരമാണ് എന്ന് നാം ഇവിടെ കാണുകയാണ്. ലോകം തരുന്നത് എല്ലാം നശ്വരമാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ ലോകം നമുക്ക് തരുന്ന കാര്യങ്ങൾ, അതിലൂടെ നാം ആർജിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അതിലൂടെ നാം സന്തോഷം അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതൊന്നും നിലനിൽക്കുകയില്ല എന്നാണ് കാണുന്നത്. അതെല്ലാം താൽക്കാലികമാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് നാം ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ഇന്ന് ലോകത്തെ സ്നേഹിച്ചാൽ ആ സ്നേഹം കൊണ്ട് ആ വ്യക്തി എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടോ അതെല്ലാം മിഥ്യയായിത്തീരുകയാണ്, ഒന്നുമില്ലാതെയായിത്തീരുകയാണ്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, എന്താ, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 18-ാം വാക്യമാണ്. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം എന്ന് പറഞ്ഞാൽ
കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഈ കാര്യങ്ങളൊക്കെ കാണുന്നതാണ്, അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ കാണാത്തത് അത് നിത്യമാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ആ ഒരു ഭാഷാ ശൈലി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്രമേയമായ ഒരു വാക്കാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കാണുന്നതിനെയാണ്. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുക, എന്താ നീ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇത്രയും പേര് ഈ മീറ്റിങ്ങിൽ ഇരിപ്പുണ്ട്, അവരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല. എന്നാൽ എൻ്റെ മുമ്പിൽ ഒന്നും കാണാനില്ല, എന്നാൽ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വിഷയം വരികയാണ്. അപ്പൊ ഒരാൾ എന്നോട് ചോദിക്കുക, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പം എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഞാൻ പറയാം, എൻ്റെ മുമ്പിൽ ഒന്നും കാണാനില്ല, ഞാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ മുമ്പിൽ ഒന്നും കാണാനില്ല, ഒരു വസ്തു പോലും എൻ്റെ മുമ്പിലില്ല, ആ ഒന്നുമില്ലാത്തതിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് ചോദിച്ച ആളെന്താ പറയും, അയ്യോ ഇതൊരു പമ്പര വിഡിത്തമാണല്ലോ, എന്തോ ചെറിയ പ്രശ്നം ഉണ്ട്. കാരണം ഒന്നുമില്ലാത്തതിനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു അബദ്ധ ജടിലമായ കാര്യമാണ്. ഇന്നിപ്പം ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ച തന്നെ എവിടെയെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണണം. കാരണം കാണാത്തതിനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ മൗഢ്യകരമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ആത്മീയത എന്ന് പറയുന്നത്, അതാണ് ഭക്തിയുള്ള ജീവിതം എന്ന് പറയുന്നത്, അതാണ് വേർപാട് ജീവിതം എന്ന് പറയുന്നത്. കാണാത്തതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ യോഹന്നാൻ പറയുന്നത് കാണുന്നത് താൽക്കാലികം എന്ന് പറഞ്ഞാൽ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലോകത്തെ സ്നേഹിക്കരുത് എന്നുള്ളതിന്റെ വേറെ 1-2 വാക്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന് 38-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 11:38. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന് 38-ാം വാക്യം. ഈ ലോകം ഒരു വിശ്വാസിക്ക് യോഗ്യമല്ല എന്നൊരാശയമാണ് നമുക്ക് അവിടെ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ലോകം ഒരു വിശ്വാസിക്ക് യോഗ്യമല്ല. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, പഴയ നിയമഭക്തന്മാരുടെ ചരിത്രമാണെന്ന് പറയുന്നത്. അവർക്ക് ലോകം യോഗ്യമായിരുന്നില്ല. പുതിയ നിയമഭക്തന്മാരുടെയും വിഷയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് എന്തല്ല, ഈ ലോകം യോഗ്യമല്ല എന്നുള്ളതാണ്. പഴയ നിയമവിശുദ്ധന്മാരെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. പഴയ നിയമ പ്രവാചകന്മാർ അല്ലേ, അവർക്ക് ആർക്കെങ്കിലും ഈ ലോകം യോഗ്യമായിരുന്നുവോ? ആർക്കും ലോകം യോഗ്യമായിരുന്നില്ല. ഒന്നുകിൽ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു, കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിച്ചു കളഞ്ഞു, ഇല്ലേ? അവർക്കാർക്കും ഈ ലോകയോഗ്യമല്ലായിരുന്നു, ഇല്ലേ? അവരുടെ ഒടുവിലത്തെ വ്യക്തിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ, അദ്ദേഹത്തിന് ലോകയോഗ്യമായിരുന്നു? അല്ല. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ വലിയവൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കർത്താവിന് ലോകയോഗ്യമായിരുന്നു? അല്ല. നമ്മുടെ കർത്താവിന് ലോകയോഗ്യമായിരുന്നില്ല. കർത്താവിന്റെ ശിഷ്യന്മാർ, അവർക്ക് ആർക്കെങ്കിലും ഈ ലോകയോഗ്യമായിരുന്നോ? അവർക്കാർക്കും ഈ ലോകം യോഗ്യമായിരുന്നില്ല. ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് ഈ ലോകയോഗ്യമായിരുന്നുവോ? ആർക്കും ഈ ലോകം യോഗ്യമായിരുന്നില്ല. എത്രയോ ക്രിസ്തുഭക്തന്മാരാണ് ദാരുണമായ വിധത്തിൽ കൊല്ലപ്പെട്ടത്. എത്രയോ ആളുകളാണ് വേദനകൾ അനുഭവിച്ചത്, എത്രയോ ആളുകളാണ് കഷ്ടതകൾ അനുഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ ചരിത്രം ഇത് തന്നെ ശരിയാണ്. നമുക്ക് ഈ ലോകം യോഗ്യമല്ല. ഏതൊരു കൂത്തുകാഴ്ചകൾക്കും വെറിക്കൂത്തുകൾക്കും ലൗകികമായ കാര്യങ്ങൾക്കും ഈ ലോകം യോഗ്യമാണ്. പക്ഷെ ലോകം യോഗ്യമല്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് വിശ്വാസികളാണ്. ഇവിടെ പഴയ ഭക്തന്മാരെ കുറിച്ച് കാണുന്നത്, നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുന്നത്, അവര് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും അവർ ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എന്താ അതിന്റെ കാരണം എന്ന് പറയുന്നത്? അവരെന്തെങ്കിലും അന്യായം ചെയ്തിട്ടാണോ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്? ആർക്കെങ്കിലും ദ്രോഹം ആരോടെങ്കിലും ചെയ്തിട്ടാണോ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്? ഒന്നുമല്ല. ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ആ ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ അവർ തയ്യാറായി. അപ്പോൾ ഈ ലോകം അവരെ വെറുതെ വിട്ടില്ല. അവർക്ക് എത്രമാത്രം പ്രതിസന്ധികൾ കൊടുക്കാമോ അത്രമാത്രം പ്രതിസന്ധികൾ ഈ ലോകം നൽകി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അവര് ഈ ലോകം നമുക്ക് യോഗ്യമല്ല എന്ന്
നാം ഇവിടെ വായിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പാടില്ല. ഈ ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളതിന് മറ്റൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 14. ലൗകികന്മാരല്ലാത്തവരെ പകയ്ക്കുന്ന ഒരു ലോകമാണ്. ലൗകികന്മാരല്ലാത്തവരെ പകയ്ക്കുന്ന പറഞ്ഞാൽ ലോകത്തിന് ആവശ്യം ആരെയാ? ലൗകികന്മാരെയാണ് ആവശ്യം. ലോകത്തിന് ആവശ്യം ജഡികരെയാണ് ആവശ്യം. സാധാരണ പറയാറുണ്ടല്ലോ, ഈ പോലീസുകാർക്കൊക്കെ അടിപിടി കൂടുന്നവരോടെയും കള്ളന്മാരോടെയും ഒക്കെയാണ് കൂടുതൽ താല്പര്യമെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കിയാൽ ലോകത്തിന് നമ്മളെ അല്ല ഇഷ്ടം, നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ല. ആരെയാ താല്പര്യം? ലൗകികന്മാരായവരെയാണ് ലോകത്തിന് താല്പര്യം. ലൗകികന്മാരല്ലാത്ത ആളുകളെ ഈ ലോകം പകയ്ക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പാടില്ല. ഇനി മറ്റൊരു വാക്യം തിമോത്തിയോസിന് 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് 7. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 7-ാം വാക്യം. ഈ ലോകം നമുക്ക് ഒന്നും തന്നുവിടുകയില്ല എന്നുള്ളതാണ്. നമുക്ക് മാത്രമല്ല, ലോകത്തെ സ്നേഹിച്ച് രക്ഷിക്കപ്പെടാതെ ജീവിക്കുന്ന ഒരാളിന് പോലും ഈ ലോകം ഒന്നും തന്നുവിടുകയില്ല എന്നുള്ളതാണ്. നോക്കിയേ 6-ാം അധ്യായം 7-ാം വാക്യം, 1 തിമോത്തി 6:7. നോക്കണേ, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാനും കഴിയുന്നതല്ല. ഇവിടെ നമ്മൾ എത്രമാത്രം നേടിയെടുത്താലും, ഇവിടെ എത്രമാത്രം ശേഖരിച്ചു വെച്ചാലും വെട്ടിപ്പിടിച്ചാലും, ദൈവത്തിന്റെ വചനം പറയുന്നത് ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. കൊണ്ടുപോകുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഈ ലോകം നമുക്ക് ഒന്നും തരികയില്ല. ലോകം നമ്മോട് പറയുന്നത്, ഇഹലോകത്തിലേക്ക് നീ വല്ലതും കൊണ്ടുവന്നോ എന്ന് ചോദിക്കും. നീ ഇങ്ങോട്ട് വന്നപ്പോൾ, ഈ ലോകത്തിലേക്ക് നീ വന്നപ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഇനി പോകുമ്പോൾ എന്താ? ഒന്നും തന്നുവിടുകയില്ല. നോക്കണം, ഈ ലോകത്തെ സ്നേഹിച്ച് ലോകത്തോട് കൂടെ ഇടപഴകി ലോകത്തെ എത്രമാത്രം ആശ്ലേഷിച്ച് ജീവിക്കാമോ അത്രമാത്രം ഒരാൾ ജീവിച്ചാലും ആ വ്യക്തി കടന്നു പോകുമ്പോൾ ഈ ലോകം ഒന്നും തന്നുവിടുകയില്ല എന്നുള്ളത്, ഈ ലോകത്തിന്റെ ആ സ്വഭാവം എത്ര ഭീകരമാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു വാക്യം കൂടെ വായിച്ചാൽ മുന്നോട്ട് പോകുന്നു. 2 പത്രോസ് 1-ാം അധ്യായം അതിന് 4-ാം വാക്യം, 2 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 4. 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കുകയാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങൾ നമ്മൾ നേടിയെടുക്കുകയാണ്. നേടിയെടുത്ത് ഒടുവിൽ അതിന്റെ അനന്തര ഫലം എന്താണ് എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മളിവിടെ കാണുന്നു. 2 പത്രോസ് 1-ാം അധ്യായം 14-ാം വാക്യം, 4-ാം വാക്യം, 2 പത്രോസ് 1:4. നോക്കണേ, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി ലോകത്തെ സ്നേഹിച്ചാൽ, ലോകത്തെ മോഹിച്ചാൽ, ഏറ്റവും ഒടുവിൽ ആ വ്യക്തിക്ക് കിട്ടുന്നത് എന്താ? കുറച്ച് നാശം കിട്ടും. ആ നാശം ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മളെ തേടിയെത്തുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വ്യത്യസ്തങ്ങളായ സ്വരൂപത്തിൽ നമ്മുടെ അടുക്കൽ വരും. ഒരു വിശ്വാസി ലോകത്തെ സ്നേഹിച്ചാൽ, ലോകത്തിന്റെ മോഹത്തെ സ്നേഹിച്ചാൽ, നമ്മൾ അല്പം മുമ്പ് കണ്ടതുപോലെ ജഡമോഹമാകാം, കൺമോഹമാകാം, ജീവനത്തിന് പ്രതാപമാകാം. ആ മോഹങ്ങളെ സ്നേഹിച്ച് ജീവിച്ചാൽ ഏറ്റവും ഒടുവിൽ ലോകം നമുക്ക് തരുന്നത് അല്പം ഒരുപടി നാശമാണ്. കുറെ നാശങ്ങൾ തരും. അയ്യോ, ഇത്രമാത്രം നമ്മളെ ചതിക്കുന്ന ഒരു ലോകമാണോ ഇത്? ഇത്രമാത്രം മനസാക്ഷിയില്ലാത്ത ഒരു ലോകമാണോ ഇത്? അങ്ങനെയാണ് നമുക്കിവിടെ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാരണങ്ങളാൽ നമ്മൾ ലോകത്തെ സ്നേഹിക്കാനായിട്ട് പാടുള്ളതല്ല. ലോകത്തോട് വേർപാട് പാലിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈ വേർപാട് ജീവിതം എന്ന് പറയുന്നത്, അത് ദൈവവചനം വളരെ അധികമായി നമ്മെ ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. അത് അടിസ്ഥാനപരമായി ഉപദേശ സത്യങ്ങൾ തന്നെയാണ്. അല്ല, നമ്മൾ വേർപാടുകാരായതുകൊണ്ട്, ആ പേര് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ വേർപാടുകാരായിട്ട് ജീവിക്കുന്നു എന്നൊരു പ്രമാണമല്ല. വേർപാടെന്നുള്ളത് ഒരു ഉപദേശ വിഷയമാണ്. പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം 41-42 വാക്യങ്ങൾ നമുക്കറിയാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അവരോട് ചേർന്നു. അത് വേർപാടിനെ കാണിക്കുന്നതാണ്. ഞങ്ങൾക്കിനി ഈ കാര്യങ്ങളെ വിട്ട് ഞങ്ങൾ നിങ്ങളോട് ചേരുകയാണ്, നിങ്ങളുടെ പഠിപ്പിക്കലുകളോട്, നിങ്ങളുടെ ഉപദേശങ്ങളോട് ചേരുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിലാണല്ലോ
ദൈവസഭയുടെ പ്രോദ്ഘാടനം നടന്നത്. പത്രോസിന്റെ പ്രൗഢഗംഭീരമായൊരു പ്രസംഗം പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അതിന്റെ ആ പ്രസംഗത്തിന്റെ ഉപസംഹാരമാണ് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. 41-ാം വാക്യം, തൊട്ടടുത്ത വാക്യം, അവന്റെ വാക്ക്, ഏത് വാക്ക്? ഏത് വാക്ക്? ഏത് വാക്ക്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്നുള്ള വാക്ക്. അതാണ് ഇവർ പറയുന്നത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന വാക്കാണ് അവർ കൈക്കൊണ്ടത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അന്ന് രക്ഷിക്കപ്പെട്ട 3000 ആളുകളും ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ? ഞങ്ങൾക്കിനി എന്തു വേണ്ട? ഈ വക്രതയുള്ള തലമുറ വേണ്ട. ഈ വക്രതയുള്ള തലമുറയുടെ കാലഗതികൾ ഞങ്ങൾക്ക് വേണ്ട. ഇതിന്റെ രാഗമോഹങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇതിൽ നിന്നും വേർപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരാണ് രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിലപ്പെട്ട ആശയമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന ആ വാക്കിൽ തന്നെ എന്തു അടങ്ങിയിട്ടുണ്ട്? ഒരു വേർപാടും അടങ്ങിയിട്ടുണ്ട്. നിശ്ചയമായ കാര്യമാണത്. രക്ഷിക്കപ്പെടുക എന്ന ആ പദത്തിൽ തന്നെ ഒരു വേർപാടും അടങ്ങിയിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ ആ ആദ്യത്തെ ചരിത്രത്തിൽ നമ്മളതാണ് കാണുന്നത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന ആ വാക്കാണ് അവർ കേട്ടത്. അവരാണ് സ്നാനപ്പെട്ടത്, അവരാണ് വേർപെട്ടത്, അവരാണ് സഭാതലങ്ങളിലേക്ക് വന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി നിശ്ചയമായും വേർപാടനുഷ്ഠിക്കുവാൻ കടപ്പെട്ടവനാണ്. എക്ലീഷ്യ അല്ലേ? സഭ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ളതാണ്. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വേർപാട് എന്നുള്ള വാക്കിനോട് വളരെ സാമ്യമുള്ളൊരു വാക്കാണ് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത്. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും എന്താ? സെറ്റ് അപ്പാർട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വേർപാടെന്നുള്ളത് ഇതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വേർപാട് ജീവിതം എന്ന് പറയുന്നത് അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും ദൈവം തന്റെ ജനത്തോട് വളരെ കർക്കശമായി പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പരിചിതമായ ഒരു വേദഭാഗം നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ലെവിറ്റിക്കൽസ് ചാപ്റ്റർ 18 വേഴ്സസ് 3 and 4. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. അവിടെ ദൈവം തന്റെ ജനത്തോട് വേർപാട് ജീവിതത്തിന്റെ അത്യാവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ 3-ാം വാക്യം, ലേവ്യ 18:3. നോക്കണം, ദൈവം അവരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കനാൻ നാട്ടിലേക്കുള്ള പ്രയാണ മധ്യത്തിൽ ദൈവം അവരോട് പറയുകയാണ്, എന്താ? നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. നിങ്ങൾ പാർത്തിരുന്നത് മിസ്രയീം ദേശത്താണ്, ഈജിപ്തിലായിരുന്നു, ഫറവോന്റെ ദേശത്തായിരുന്നു നിങ്ങൾ പാർത്തിരുന്നത്. അവിടെ ഒരു രീതി ഉണ്ടായിരുന്നു, അവിടെ ഒരു നടപ്പുണ്ടായിരുന്നു. ഇനി എന്ത് പാടില്ല? ആ നടപ്പ് പാടില്ല. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഇനി അടുത്തത് നോക്കിയാ, അവിടെ ആ വാക്യത്തിന് ഞാൻ നിങ്ങളെ നോക്കണം, നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലേക്കാണ്. അവിടെയും ഒരു നടപ്പുണ്ട്, അവർക്കും ഒരു രീതികളുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾക്ക് അതും പാടില്ല. നോക്കണം, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പാടില്ല. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ നാട്ടിലെ ഒരു നടപ്പുണ്ട്, ആ നടപ്പും നിങ്ങൾക്ക് പാടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ നടക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ മര്യാദ ആചരിക്കരുത്, 3-ാം വാക്യത്തിന് അവസാനം. പിന്നെ എങ്ങനെ നടക്കണമെന്നാണ് പറയുന്നത്, 4-ാം വാക്യം. നോക്കണേ, ഇവിടെ പറയുന്നത് നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് പറയുന്നത്. എന്റെ വിധികളെ അനുസരിച്ച്, എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. എന്റെ വിധികളെ, എന്റെ ചട്ടങ്ങളെ. നിങ്ങൾക്ക് നടക്കാനുള്ള ഒരൊറ്റ വഴി എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, വേറൊരു വഴിയില്ല. എന്റെ വിധികൾ, എന്റെ ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ പറയുന്നു അത് മാത്രം നിങ്ങൾ കേൾക്കുക. എന്റെ വചനം എന്തോ പറയുന്നു അത് മാത്രം നിങ്ങൾ കേൾക്കുക. വേറെ ഒരു നടപ്പും നിങ്ങൾക്ക് പാടില്ല, വേറെ ഒരു രീതികളും നിങ്ങൾക്ക് പാടില്ല.
എത്ര കർക്കശമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആരായത് പറയുന്നത് എന്നുള്ളതാണ്. എന്താ? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നമുക്കറിയാം, ഏത് കാര്യമാണെങ്കിലും ആരത് പറയുന്നു എന്നുള്ളതിന് ആ വിഷയത്തിന്റെ ഗാംഭീര്യം വർദ്ധിക്കുമില്ലേ? ഏത് കാര്യമാണെങ്കിലും അല്ലേ? ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുക, ഇനി അടുത്ത ദിവസം ഇനി എന്നാ സ്കൂൾ, ഇപ്പൊ ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുകയാണെന്ന് വിചാരിക്കുക. ഇനി ജൂൺ 3-ന് സ്കൂൾ തുറക്കുകയില്ല, ജൂൺ 5-നേ തുറക്കുകയുള്ളൂ. ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് മുഴുവനും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നെന്ന് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ അത് ആളുകൾ അംഗീകരിക്കുകയില്ല. എന്നാൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയാണ് അല്ലേ? ഇത്ര തീയതി ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഞാൻ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാ. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ രണ്ടുപേരും ഒരു കാര്യമാണ് പറഞ്ഞതെങ്കിലും ആര് പറയുന്നതിന് നമ്മൾ ഗൗരവം കൊടുക്കുന്നത്? ജില്ലാ കളക്ടർ പറഞ്ഞതല്ലേ? പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് ആരായത് പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ കേട്ടനുസരിക്കുവാൻ ബാധ്യതയുള്ളവൻ, നിങ്ങളെ ഫറവോന്റെ അടിമനുഖത്തിൽ നിന്ന് വിടുവിച്ചവൻ, നിങ്ങളുടെ ദൈവമായ കർത്താവ് യഹോവയായ ഞാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കേൾക്കാതിരിക്കാൻ ഒരു ന്യായവും ഇല്ല. നിങ്ങളിത് കേട്ടേ പറ്റത്തുള്ളൂ, ഇത് അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇത് വേറെ ഒരു പോംവഴി ഇതിനില്ല. ആ അർത്ഥത്തിലാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വേർപാടിന്റെ ഉപദേശം എന്ന് പറയുന്നത് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പേൻ എന്ന് പറയുമ്പോൾ അതിലെന്തും അടങ്ങിയിട്ടുണ്ട്? ഒരു വേർപാട് ജീവിതവും അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ദൈവം പകലും രാത്രിയും തമ്മിൽ വേർതിരിച്ച കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. മനുഷ്യരെയും മൃഗങ്ങളെയും നമ്മൾ വേർതിരിച്ചു. ഞാൻ അതിലേക്കൊന്നും കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതൊരു പ്രവൃത്തിയാണ്, രക്ഷയ്ക്കായിട്ടുള്ള പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എന്നുള്ള നിലയിൽ ഒരു ക്രോസ് റെഫറൻസ് ഞാൻ പറയാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ പ്രാരംഭ ഭാഗത്ത് 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ അതിന്റെ പ്രാരംഭ ഭാഗത്ത് പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിൽ ഒരു പദം പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല അല്ലേ? അതോർത്ത് പൗലോസ് ദൈവത്തെ വർക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വേല. അപ്പൊ ഒരു കാര്യം അവിടെ നിന്ന് ആ പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവജനത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് കേവലം വാക്കുകളിൽ മാത്രം ഒതുക്കി തീർക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് വേലയുണ്ട്, അധ്വാനമുണ്ട്. എന്താണ് അവരുടെ വിശ്വാസത്തിന്റെ വേലയെന്ന് അതേ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതേ അധ്യായം ഒടുവിലത്തെ ഭാഗം, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. നോക്കണം, അവരുടെ വിശ്വാസത്തിന്റെ വേല, വർക്ക് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അവർ വിഗ്രഹങ്ങളെ വിട്ട് തിരിഞ്ഞു, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവർ വിഗ്രഹങ്ങളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ വിട്ടു എന്ന് മാത്രമല്ല, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. ഇന്ന് ഒരുപാട് ആളുകൾ ഈ പിടിച്ചതിനെ അങ്ങ് വിടും, പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ് അല്ലേ? എന്നാൽ അതല്ല വേർപാട് ജീവിതം എന്ന് പറയുന്നത്. വിട്ട് തിരിയുക എന്നുള്ളതാണ്. അത് വിശ്വാസത്തിന്റെ വേലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ലോകത്തോടുള്ള വേർപാട് ദൈവജനം പാലിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ലോകമോഹങ്ങളോടുള്ള വേർപാട് പാലിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിന് 1-ാം വാക്യം എന്താ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇവിടെ നമ്മൾ കാണുമ്പോൾ കർത്താവ് നമ്മളെ ഉയർപ്പിച്ചു. നമ്മളൊക്കെ ആ നിലയിൽ ഉയർപ്പ് പ്രാപിച്ചവരാണ് അല്ലേ? നമ്മൾ പലപ്പോഴും സഭായോഗത്തിലും ആരാധനായോഗത്തിലും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും സ്തോത്രത്തിലും ഒക്കെ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. വാസ്തവത്തിൽ എന്താ അതിൻ്റെ അർത്ഥം? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഇവിടെ വ്യക്തമായിട്ട്
എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് അതിന് രണ്ടാം വാക്യം നോക്കുക. രണ്ടാം വാക്യം നോക്കണേ. ഈ ലോകത്തിന്റെ കാലഗതി. അപ്പം ഒരു വിശ്വാസി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലോകം, ജഡം, പിശാച് ഇവയിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്നും വേർപാട് പാലിക്കുക എന്നുള്ളതാണ്. അതാണ് ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് എന്താ? ഈ ലോകത്തിന്റെ കാലഗതിയെയും അടുത്തത് അനുസരണക്കേടിന്റെ അത് പിശാചാണ്. ഒന്ന് ലോകം, അടുത്തത് പിശാച്. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇനി മൂന്നാം വാക്യം നോക്കാം. അവിടെ ജഡം എന്നുള്ള ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും. മൂന്നാം വാക്യം പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ നമ്മളെ മോചിപ്പിച്ചതിനാണ് നമ്മളെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ നമ്മളെ മോചിപ്പിച്ചു എന്നുള്ളതിനാണ് നമ്മളെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഏതാ? ലോകം, ജഡം, പിശാച് ഇതിന്റെ സ്വാധീന ശക്തിയിൽ നിന്ന്, ഇതിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്നുള്ളതാണ് അതിനർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഉയർപ്പിക്കപ്പെട്ട വിശ്വാസികൾ അഥവാ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഇവിടെ കടപ്പാടുള്ളത് ഒന്ന്, ഈ ലോകത്തിന്റെ കാലഗതികൾക്കനുസരിച്ച് നടക്കരുത്. അടുത്തത് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ പിശാചാണ്. അവൻ ഓതിക്കൊടുക്കുന്നത് മുഴുവൻ അനുസരണക്കേടാണ്. അപ്പൊ പിശാചിന്റെ വാക്കുകളെ അനുസരിക്കുന്ന സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്, ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് പ്രവർത്തിക്കരുത്. അപ്പൊ ഇത് ഈ മൂന്നിൽ നിന്നുള്ള വിടുതലാണ് നാം ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വേർപാട് ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് തിരിച്ചു വരാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിച്ച വാക്യം, വക്രതയും നോക്കണം. ഇവിടെ നമ്മൾ 3 നിലകളിൽ നമ്മെ തന്നെ ക്രമീകരിക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. നമ്മൾ എങ്ങനെയായിരിക്കണം? 1, അനന്യരായിരിക്കണം. 2, പരമാർത്ഥികളായിരിക്കണം. 3, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ ആയിരിക്കണം. അനന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ ആയിരിക്കണം. ഈ അനന്യർ എന്നുള്ളത് ബ്ലെയിംലെസ് എന്നൊരു വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അർത്ഥമാക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് കുറ്റമില്ലാത്തവർ എന്നൊരാശയമായിരിക്കണം. കുറ്റമില്ലാത്തവർ എന്ന ഒരു ആശയം ആണ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ സഖരിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ഇരുവരും കുറ്റമില്ലാത്തവരും ആയിരുന്നു എന്നുള്ള ആ ആശയം നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അവരിരുവരും ദൈവസന്നിധി കുറ്റമില്ലാത്തവർ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ കുറ്റമില്ലാത്തവരായി, അനന്യരായി നാം ലോകത്തിൽ ജീവിക്കുക, അത് വേർപാട് ജീവിതത്തിന്റെ ഒരു ഘടകമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറ്റമില്ലാത്തവരായി ജീവിക്കാനായിട്ട് പറ്റുമോ? ഇവിടെ ഈ കുറ്റമില്ലാത്തവർ എന്ന് പറയുമ്പോൾ ഒരു ആത്മീക പക്വതയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു ആത്മീക തികവിനെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതാണ് ഇവിടെ ഈ കുറ്റമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ആത്മീകമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകൾ, ആത്മീക പക്വത, ആത്മീക തികവ്, അതൊക്കെ ഇവിടെ ഈ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ആശയമാണ്. നമുക്ക് ഇങ്ങനെ ഒരു കുറ്റവുമില്ലാതെ എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്തവരായി നമുക്ക് ലോകത്തിൽ ജീവിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്, അല്ലേ? ചില ആളുകൾ ചോദിക്കാറുണ്ട്, ആരാണ് കുറവില്ലാത്തവര്, അല്ലേ? ആരാണ് കുറ്റമില്ലാത്തവര്? നമുക്ക് ആർക്കെങ്കിലും തികഞ്ഞവരായി ജീവിക്കാനായിട്ട് പറ്റുമോ? ഈ ജഡശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ മർത്തശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തികഞ്ഞവരായി ജീവിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഈ ജഡശരീരത്തിൽ വസിക്കുന്ന നമുക്ക്
തികഞ്ഞവരായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. എപ്പഫ്രാസിലെ എപ്പഫ്രാസ് കൊലോസിയിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വിഷയം എന്താണ്? അവിടെയുള്ള വിശ്വാസികൾ എങ്ങനെയായിരിക്കണം? തികഞ്ഞവരായിരിക്കണം. തികഞ്ഞവരാകാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? തികഞ്ഞവരാകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ തികഞ്ഞവരായി തീരാൻ ഒരു വിശ്വാസി കഴിയും. ഇവിടെ തികഞ്ഞവരെന്ന് മാത്രമല്ല, ദൈവഗത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കും. പൂർണ്ണ നിശ്ചയമുള്ളവരായി. ഇന്ന് ഒരുപാട് പേർക്ക് പറ്റിയിരിക്കുന്ന പരാജയം എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും, ഒടുവിൽ അതിന്റെ കുഴിയിൽ വീണ് കഴിയുമ്പോഴാണ് അയ്യോ ഇത് ദൈവഹിതമല്ലായിരുന്നു എന്ന് ചിലപ്പോൾ ബോധ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം നമുക്കുണ്ടാകാനായിട്ടുള്ള സാധ്യത ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏതിലൂടെ? പ്രാർത്ഥനയിലൂടെ ദൈവഹിതം സംബന്ധിച്ചുള്ള പൂർണ്ണ നിശ്ചയം നമുക്ക് കിട്ടാനായിട്ട് കഴിയും. നമ്മുടെ വിഷയം തികഞ്ഞവർ എന്നുള്ള ഒരാശയമാണ്. നമുക്ക് തികഞ്ഞവരായി തീരാനായിട്ട് കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി റോമാലേഖനം 8-ാം അധ്യായം അതിന് 37-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 8:37. അവിടെയും ഒരു പൂർണ്ണ ജയം എന്നൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കണേ, പൗലോസ് പറയുകയാണ്, തന്നെ മാത്രം ഉൾപ്പെടുത്തിയല്ല പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ A+ ഇല്ലേ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തികവ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. ഈ പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങളുടെ മേൽ ജയം പ്രാപിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാവനയെ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ദുസ്സഹമായ കാര്യങ്ങളാണ്. അതിന്മേലെല്ലാം പൗലോസ് എന്ത് ചെയ്തു? പൂർണ്ണജയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഏതാണ്? അതിന് 35-ാം വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മളെ വേർപിടിക്കുന്നവർ കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, മാത്രമല്ല 38-ാം വാക്യം, മരണം, ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരം, ആഴം, അയ്യോ എന്തെല്ലാം കാര്യങ്ങളില്ലേ! ഇതൊക്കെ എത്ര ബൃഹത്തായ കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ ഇതിന്മേലെല്ലാം പൗലോസ് പൂർണ്ണജയം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു നിസ്സാരമായ പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ തൊട്ടാവാടികൾ പോലെ വാടി തളർന്നു പോകാറുണ്ട്. നാം ക്ഷീണിച്ച് അവശ്യരായി പോകാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കർത്താവുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മെ സ്നേഹിച്ച ഒരുവനുണ്ട്, ക്രൂശിലോളം നമ്മളെ സ്നേഹിച്ച ഒരുവനുണ്ട്. ആ കർത്താവിനെ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് അവിടെയൊക്കെ പൂർണ്ണജയം പ്രാപിക്കാനായിട്ട് കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തില് നിരാശയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത്? രോഗങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നമ്മൾ ആനന്ദത്തോട് കഴിയുന്നത്? ജീവിതത്തിൽ ക്ലേശങ്ങളോ വൈതരണികളോ നൊമ്പരങ്ങളോ പ്രതിസന്ധികളോ ഗദ്ഗതങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നമ്മൾ സന്തോഷമായിട്ട് കഴിയുന്നത്? അല്ല, നമുക്ക് ഇതൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഒരുപക്ഷെ അധികമായി നമ്മൾ അനുഭവിക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ പതറാതെ നിൽക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ വീണുപോകാതെ നിൽക്കുന്നു? അതിന് കാരണം നമ്മളെ സ്നേഹിച്ച ഒരുവനുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട് എന്നുള്ളതാണ്. ആ കർത്താവായ യേശുക്രിസ്തു ഉള്ളത് കൊണ്ട് നാം വീഴാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ വേളകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ വേളകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ വേദനയുടെ വേളകളിൽ നമുക്ക് മുറുകെ പിടിക്കുവാൻ ഈ കർത്താവുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ അനാഥനല്ല. ഒരുപക്ഷെ ഞാൻ അനാഥനായി തീർന്നുവെന്ന് വന്നേക്കാം, എന്നെ അനാഥനായി തീർത്തു എന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ അനാഥനല്ല. എൻ്റെ കൂടെ ഒരാളുണ്ട്, ശക്തനായ ഒരാളുണ്ട്, എന്നെ സ്നേഹിച്ചവൻ ഒരാളുണ്ട്. ആ കർത്താവിനെ കരം പിടിച്ച് നടത്തുമെന്നുള്ള ആഴമേറിയ ബോധ്യം നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും മേൽ വിജയം വരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. പൂർണ്ണ ജയം എന്നാണ് ഇവിടെ പറയുന്നത്. ആരും പ്രതിസന്ധിയുടെ മുമ്പാകെ തോറ്റുപോകരുത്.
ആരും വേദനയുടെ മുമ്പാകെ തോറ്റുപോകരുത്. മാറാ രോഗങ്ങൾ വന്നാൽ അതിൽ പരാജയപ്പെട്ടു പോകരുത്. നിന്ദകളും പഴികളും പ്രതിസന്ധികളും ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചാൽ ആരും നിരാശപ്പെട്ട് തകർന്ന് താളടിയായി പോകരുത്. എന്താ കാര്യം എന്നറിയാമോ? നമുക്കൊരു ജയാളിയായ ഒരുവനുണ്ട്, നമ്മെ സ്നേഹിച്ച ഒരുവനുണ്ട്. ആ കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മൾ മുട്ടുകൾ അവന്റെ മുമ്പാകെ മടക്കണം, നിലമ്പാട് വീഴണം. എന്റെ അപ്പ, എന്റെ കർത്താവേ, എന്നെ സഹായിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് വീഴണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ഈറനണിയണം. നമ്മളെ കരുതുന്ന കർത്താവിന്റെ സ്വാന്തന സ്പർശം നമുക്കപ്പോൾ അനുഭവിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. പൂർണ്ണജയം എന്നാണ് ഇവിടെ പറയുന്നത്. ടി കെ ശമീർ സാർ പാടിയിട്ടുണ്ട്, എന്നും നിലവൻ യേശു എന്നും നിലവൻ എന്നുള്ള അതിലൊരു സ്റ്റാൻസ ഉണ്ട്. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. അപ്പൊ സാരമില്ലെന്ന് ഓതിടും മാറിനോട് ചേർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഭാരം നേരിടുമ്പോൾ, ഭാരമുള്ളിൽ നേരിടുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളോട് പറയും, എന്താ? സാരമില്ലെന്ന് പറയും. സാരമില്ല. നമ്മൾ നീറുന്ന വേദനയുമായിട്ട് കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവ് പറയാ, ഇതൊന്നും ഒരു സാരമില്ല, പ്രശ്നമില്ല. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാരങ്ങൾ എന്ത് ചെയ്യും? മാറിപ്പോകും. ഇപ്പൊ നമ്മളൊരാളോട് സാരമില്ല എന്നവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പറയുന്നത് ഒരു പക്ഷെ നമുക്ക് അത്ര പറ്റത്തുള്ളൂ. പക്ഷെ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല, സാരമില്ല എന്ന് പറയും. പിന്നെന്ത് ചെയ്യും? ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും എന്ന് പറഞ്ഞാൽ നമ്മളെ താങ്ങി പിടിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കാൻ വയ്യ, നമ്മൾ ആകെ തകർന്നു പോവുക. അപ്പോൾ ആ കർത്താവ് നമ്മളെ താങ്ങി പിടിച്ചുകൊണ്ട് നമ്മളോട് പറയും, മോനെ സാരമില്ല, മകളെ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മളെ മാറിനോട് ചേർക്കുന്ന ഒരു നല്ല കർത്താവ്. താങ്ങി പിടിക്കും, സാരമില്ലെന്ന് പറയും, മാറിനോട് ചേർത്തിടും. അതുകൊണ്ടാണ് ടി കെ എസ് പാടിയത്, എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തൻ മാർവിനോടു ചേർത്തിടും. സാരമില്ലെന്നോതിടും തൻ മാർവിനോടു ചേർത്തിടും. എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ. ഇന്നാലെയും ഇന്നുമെന്നും അന്യേനൽ, ഇന്നാലെയും ഇന്നുമെന്നും അന്യേനല്ലവൻ. നാം ലോകത്തിൽ അന്യരായി ജീവിക്കണം എന്ന് ഇവിടെ കാണുകയാണ്. ഇനി നമ്മൾ ലോകത്തിൽ ജീവിക്കണമെന്ന രണ്ടാമത്തെ കാര്യം വാക്യത്തിൽ വായിക്കുന്നത്, നാം പരമാർത്ഥികളായി ജീവിക്കണം എന്നുള്ളതാണ്. പരമാർത്ഥികളായി നാം ജീവിക്കണം. പരമാർത്ഥികൾ, ഹാംലെസ് എന്ന് പറഞ്ഞാൽ ദോഷം വിട്ടകന്ന് ജീവിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഒരു ഭക്തനായി ജീവിക്കുന്ന ഒരു ആശയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദോഷം വിട്ടകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. ഒരാൾക്ക് ദോഷം വിട്ടകന്ന് ജീവിക്കണമെങ്കിൽ തന്നെ ആള് യഹോവ ഭക്തി ഉണ്ടാകണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. നമുക്കറിയാം, സദൃശ്യവാക്യങ്ങൾ 8:13, Proverbs chapter 8:13 അവിടെ വായിക്കുന്നത്, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകും. സദൃശ്യവാക്യങ്ങൾ തന്നെ 16:16, Proverbs chapter 16:60, 16:6, 16-ാം അധ്യായം 6-ാം വാക്യം അവിടെ വായിക്കുന്നത്, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. അപ്പം ഒരാൾക്ക് ദോഷത്തെ അകലണമെങ്കിൽ എന്തു വേണം? അദ്ദേഹം ഭക്തനായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ പരമാർത്ഥികളായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഭക്തരായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ധ്വനിയാണ് നമുക്ക് അവിടെ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ലോകമാണിത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നടുവിൽ നമ്മൾ ഭക്തന്മാരായി ജീവിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഒരു ചെറിയ കൂട്ടത്തെ ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, 12-ാം സങ്കീർത്തനം ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിന്റെ ഹൃദയഭേദകമായ ഒരു നിലവിളിയുടെ ശബ്ദമാണ് അവിടെ മുഴങ്ങുന്നത്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. നമുക്കറിയാം, ദാവീദ് ആ കാര്യം പറഞ്ഞത്, അത് കാലങ്ങൾ കഴിയുന്തോറും ആ വാക്യത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയുള്ളൂ. ഭക്തന്മാരില്ലാതെ പോകുന്നു. നമുക്കറിയാം,
ഇന്ന് ഏത് ആത്മീക മണ്ഡലത്തിലും ആളുകളെ കിട്ടാനായിട്ടൊരു പ്രയാസവുമില്ല. പ്രസംഗിക്കുവാൻ ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല, ക്ലാസ് എടുക്കാൻ ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല, പാട്ട് പാടുവാൻ ആളുകളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല, എഴുതുവാൻ ആളുകളെ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടില്ല, നേതൃത്വം നടത്തുവാൻ ആളുകളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല, ആളുകളെ നയിച്ചു കൊണ്ടുപോകുവാൻ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ ആളുകളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല. അതൊക്കെ ഇന്ന് വളരെയധികം കിട്ടുന്നതാണ്. പക്ഷേ ഇന്നും ദൈവജനത്തിന് മധ്യത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമെന്ന് പറയുന്നത് ആരുടെ കൂട്ടമാ? യഹോവ ഭക്തന്മാരുടെ കൂട്ടമാണ്, ഒരു കൂട്ടമാണ്. ആ കൂട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്തിയില്ല. അതുകൊണ്ടുണ്ടാകുന്ന ദുരവസ്ഥകൾ, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രയോ വലുതാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭക്തന്മാരായി ഓരോ വ്യക്തികളും ജീവിക്കണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. ആ 12-ാം സങ്കീർത്തനത്തില് അതിന് 5-ാം വാക്യം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെ ദൈവം പറയുന്ന ഒരാശയം, 5-ാം വാക്യം, 12-ാം സങ്കീർത്തനം 5-ാം വാക്യം. നോക്കണം, ദൈവം പറയുകയാണ്, ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ്, ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറയുന്ന ചില ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറയുന്നത് ചില പ്രത്യേക ദൗത്യങ്ങൾ നിറവേറ്റാനായിട്ടാണ്. ദൈവം പറയുകയാണ്, ഞാൻ ഈ ദീർഘശ്വാസമൊക്കെ കേട്ടു, ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. എഴുന്നേറ്റിട്ട് എന്താ ചെയ്യുന്നതെന്ന് അവിടെ വായിക്കുന്നത്? രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. നമ്മൾ സാധാരണ സുവിശേഷ സന്ദേശം അറിയിക്കുമ്പോഴും ഒക്കെ ആ വാക്ക് പറയാറുണ്ട്. അത് അവിടെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടുത്തെ കോണ്ടക്സ്റ്റ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ഒരു പാപിയുടെ രക്ഷയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, ഒരു പിന്മാറ്റക്കാരന് മടങ്ങി വരവനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് പറഞ്ഞാൽ ആർക്ക് ഭക്തന്മാരായി ജീവിക്കുവാൻ ആഗ്രഹമുണ്ടോ അവരെ ഞാൻ അതിന് സഹായിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇവിടെ ചിന്തനീയമായ ഒരാശയം 6-ാം വാക്യത്തിലുണ്ട്. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യാതൊരു കാപഠ്യവുമുള്ള വാക്കല്ല. അടുത്തത്, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രഥമ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം തന്നെ പറയുകയാണ്, എന്താ, കുറഞ്ഞ പക്ഷം 7 പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ വാക്ക് കുറഞ്ഞ പക്ഷം 7 പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. 7 പ്രാവശ്യം ചിന്തിച്ചു. ആരാ? ദൈവം 7 പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടാണെന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് പറഞ്ഞ എന്താ? ആർക്ക് ഭക്തന്മാരായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ അവരെ ഞാൻ അതിലാക്കും. 7 പ്രാവശ്യം ചിന്തിച്ചിട്ടാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ആർക്ക് ഭക്തന്മാരായി ജീവിക്കുവാൻ ആഗ്രഹമുണ്ടോ അവരെ ഞാൻ അതിലാക്കും. നമുക്കൊക്കെ ഭക്തരായി ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ അതിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് എത്രമാത്രം ആത്മീക നിലവാരം പുലർത്തി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മളെ അത്രമാത്രം കൈപിടിച്ചുകൊണ്ട് പോകും നമ്മുടെ കർത്താവ്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് നടക്കുന്നില്ല. എനിക്ക് പല പ്രതിസന്ധികൾ, അല്ലെ പല ബുദ്ധിമുട്ടുകളാണ്, പല നൂലാമാലകൾ, പല തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആർക്കും പറഞ്ഞു ഒഴിയാൻ പറ്റത്തില്ല. എനിക്ക് ഭക്തനായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏത് തന്നെ ആയാലും എന്നെ സഹായിക്കാൻ എൻ്റെ കർത്താവ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളങ്ങ് റെഡിയായാൽ മതി, നമ്മളതിന് തയ്യാറായാൽ മതി. എൻ്റെ കർത്താവേ, എനിക്ക് ഭക്തനായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കങ്ങേ ഭയപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തനായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ സഹായിക്കാൻ ദൈവം മതിയായവനാണ്. ഇതിൽ കൂടുതൽ എന്താ വേണം? വാക്തത്വങ്ങളില്ലേ? എത്രയോ വാക്തത്വങ്ങളില്ലേ? നമ്മൾ വീണുപോകാതെ, ക്ഷീണിച്ചു പോകാതെ ജയാളികളായി ജീവിക്കുവാൻ എത്രയോ വാക്തത്വങ്ങളാണ് ദൈവം തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ആത്മീക നിലവാരത്തിൽ നിന്ന് ഒരു പോയിന്റെങ്കിലും താഴേക്ക് പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് ആത്മീയരായി ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. അവർ പറയും, എനിക്ക് ഇത്രയൊക്കെ മതി, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആരെങ്കിലും ആത്മീകമായ അല്പമെങ്കിലും പിന്നോക്ക് പോകുന്നെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ കർത്താവ് മതിയായവനാണ് എന്നിവിടെ പറയുകയാണ്. നാം ഭക്തന്മാരായി ജീവിക്കും. ഈ ഭക്തി എന്ന് പറയുമ്പോൾ അതിന്
ഓപ്പോസിറ്റായിട്ടുള്ള, വിപരീതമായിട്ടുള്ള ഒരു 4 പദങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. 4 പദങ്ങൾ പറഞ്ഞു പോകാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ് കപടഭക്തി, ഹിപ്പോക്രസി, കപടഭക്തി എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷത്തിൽ അത് നമ്മുടെ കർത്താവ് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കഷ്ടം എന്നാണ് പറയുന്നത്. കപടഭക്തി എന്ന് പറയുമ്പോൾ അവിടെ 1-2 കാര്യങ്ങൾ കർത്താവ് എടുത്തു പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് 23-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങളിൽ അത് ഞാനൊന്ന് പറഞ്ഞു പോകാം. അവിടുത്തെ ആശയം അവരോട് പറയുകയാണ്, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമോ കവർച്ചയും അതിക്രമവും. ചുരുക്കത്തിൽ ഇത്രയുള്ള അതിൻ്റെ അർത്ഥം. കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കർത്താവ് ശരിക്കും അതിനൊരു ഡെഫിനേഷൻ പറയുകയാണ്. എന്താണെന്നറിയാമോ? പുറമെ ആത്മീക പരിവേഷം കാണിക്കുന്നു, അകം എന്ത് ചെയ്യുക? മലിനപ്പെട്ടിരിക്കുക. വെള്ള തേച്ച ശവക്കല്ലറകളെന്ന് തൊട്ട് താഴെ വായിക്കുന്നുണ്ട്. പുറമെ ആത്മീക പരിവേഷം, അകം മലീമസമായ അവസ്ഥ. വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നില്ല, വ്യക്തി ജീവിതത്തിൽ വേർപാട് പാലിക്കുന്നില്ല, വ്യക്തി ജീവിതത്തിൽ ദൈവത്തോട് വേണ്ടത്ര ഭയമില്ല. പക്ഷേ പുറമേ ആത്മീകതയുടെ നല്ല പരിവേഷമുണ്ട്. മറ്റുള്ളവർ കാണുമ്പോൾ വെള്ളതേച്ച നല്ല മാന്യന്മാരാണ്, നല്ല ആത്മീകരാണ്. കർത്താവ് പറയുക, അത് കപടഭക്തിയാണ്. നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അത് പാടില്ല, അനുവദനീയമല്ല എന്നാണ് കർത്താവ് പറയുന്നത്. കപടഭക്തിയുടെ മറ്റൊരു ചിത്രം അതിന് 29 മുതലുള്ള വാക്യങ്ങളുടെ ആശയത്തിൽ ഇതാണ്. ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒരു പറ്റം ചെറുപ്പക്കാര് കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരാരാണെന്ന് അറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാര് പ്രവാചകന്മാരെ കൊന്നവരാണ്, അവരുടെ മക്കളാണ് ഞങ്ങൾ. പ്രവാചകന്മാരെ കൊന്നവരാണ്, അവരുടെ മക്കളാണ് ഞങ്ങൾ. അപ്പൊ എന്തിനാ ഇവർ പ്രവാചകന്മാരെ കൊന്നത്? അവരെന്തെങ്കിലും ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല. പ്രവാചകന്മാരെ എന്തിനാ കൊന്നത്? കൊല്ലാൻ പറ്റിയില്ല, കല്ലെറിഞ്ഞ് ഓടിച്ചു കളഞ്ഞ എന്തിനാ? ഒറ്റ കാര്യമുള്ളൂ, പ്രവാചകന്മാർ ചെയ്തത് ദൈവത്തിന്റെ ശബ്ദം അവരെ അറിയിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി അവരുടെ പാപങ്ങളെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് അവർ പ്രവാചകന്മാർ ചെയ്ത കാര്യം. അതുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞു. കൊല്ലാൻ പറ്റാത്തവരെ കല്ലെറിഞ്ഞ് ഓടിച്ചു കളഞ്ഞു. ഇവർ പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെയുള്ളവരാണ്, അവരുടെ മക്കളാണ് ഞങ്ങൾ. ചുരുക്കത്തിൽ കപടഭക്തി എന്ന് പറയുന്നതിന്റെ മറ്റൊരു ചിത്രം ഞാൻ അത് ഇങ്ങനെ വിശദീകരിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിലൂടെ ഒരു ദൈവദാസൻ, ഒരു സഹോദരൻ നമ്മളോട് ആലോചന പറഞ്ഞു തരുമ്പോൾ, അത് കേൾക്കുമ്പോൾ ആ വ്യക്തിയോട് എനിക്കൊരു നീരസം തോന്നുന്നെങ്കിൽ കുറിച്ചു വെച്ചോ, അത് കപടഭക്തിയാണ്. എന്ന് പറയാൻ എനിക്ക് തിരുത്താൻ മനസ്സില്ല, എന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് അദ്ദേഹത്തോട് വിദ്വേഷം തോന്നുകയാണ്. നമുക്കങ്ങനെ തോന്നാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടെങ്കിൽ നമ്മൾ കപടഭക്തി ഉണ്ട് എന്ന് ഇന്ന് രാത്രി നമ്മൾ വിധി എഴുതണം. അതിൽ നിന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമാണ് എന്ന് കാണാനായിട്ട് കഴിയും. യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ യോബ് പറയുന്ന ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ യോബ് പറയുന്നുണ്ട്, എൻ്റെ പ്രതിയോഗി എനിക്കെതിരെ എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, യോബിന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിന് അവസാന ഭാഗമാണ്, എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ശത്രു എൻ്റെ ശത്രു എനിക്കെതിരെ ഒരു അന്യായ രേഖ എഴുതി, ആ അന്യായരേഖ മൊത്തം എനിക്കെതിരെയാ. ഞാൻ ദുഷ്ടനാണ്, കൊള്ളരുതാത്തവനാണ്, അങ്ങനെയാണ്, ആത്മീയനല്ല, ഇതാന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു പത്രം എഴുതി, അന്യായരേഖ എഴുതി. അയ്യോ പറയാണ്, അത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, വേറെ 1000 പേരുടെ കയ്യിൽ പോയിട്ടേ ഉള്ളൂ. യോബ് പറയുകയാണ്, അത് എൻ്റെ കയ്യിലൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തിനാ കിട്ടാൻ പറഞ്ഞത്? ഇത് കിട്ടിയിട്ട് 4 പേജുള്ള ഒരു അന്യായരേഖയാണെങ്കിൽ 8 പേജ് ഇതിന്റെ ഇരട്ടി ഡോസിൽ തിരിച്ചു കൊടുക്കണം. അതിനാണോ ഇതൊന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു പറയുന്നത്? അല്ല. എന്താണെന്നറിയാമോ? ഇതൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്നെക്കുറിച്ച് എന്തൊക്കെ എഴുതിയേക്കുന്നതെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് എനിക്ക് തിരുത്താൻ പറ്റുമായിരുന്നു. അതാണ് യോബിനെ പോലെ ഭക്തൻ, അല്ലേ? അവർക്കാണ് ഭക്തന്മാരാകാൻ പറ്റുന്നത്. എന്നെക്കുറിച്ച് എഴുതിയ, നമ്മളെ ഇപ്പോൾ ഒരാള്
ഒരാൾ എന്തെങ്കിലും ഒരു വിളിക്കുക എന്ന് വിചാരിക്കുക, ഒരു ദുഷ്ടൻ നമ്മളെ വിളിക്കുക എന്ന് വിചാരിക്കുക. അയ്യോ ഞാൻ ദുഷ്ടനാണെന്ന് ആര് പറഞ്ഞു, നീ ആ ദുഷ്ടൻ, അതാ ദുഷ്ടൻ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പോകാതെ നമ്മൾ ആ ദുഷ്ടൻ എന്ന് വിളിച്ചാൽ എന്താ, അയ്യോ ഞാൻ എന്തെങ്കിലും ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെയുള്ള വശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് തിരിഞ്ഞു നോക്കുന്നതാണ് ഒരു ആത്മീകന്റെ ലക്ഷണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കപടഭക്തി എന്ന് പറയുന്നതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വന്തം ജീവിതത്തിലെ പാപങ്ങൾ കേൾക്കുമ്പോൾ അവരോട് ആര് സംസാരിക്കുന്നു അവരോട് വിദ്വേഷം ഉണ്ടാവുക എന്ന് പറയുന്നത് കപടഭക്തിയുടെ ലക്ഷണമാണ് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഭക്തി എന്നുള്ളതിന് വിപരീതമായ പദം മറ്റൊന്ന് തീത്തോസിന് ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യമാണ്. ടൈറ്റസ് ചാപ്റ്റർ 2:13. അവിടെ ഭക്തികേട് എന്നൊരു പദം അവിടെ കാണും. ഭക്തികേട് എന്ന് പറഞ്ഞാൽ ഭക്തി ഉണ്ട്, പക്ഷേ അതിന് കേട് പിടിച്ചുപോയി. ഭക്തി ഉണ്ട്, അവർ പറയും ഞങ്ങളുടെ വല്യപ്പച്ചൻ എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ അപ്പച്ചൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഭക്തിക്ക് കേട് പിടിച്ചു. ഭക്തിയും കൊണ്ടാണ് വരുന്നത്, പക്ഷെ കേട് പിടിച്ച ഭക്തിയാണ്. അത് ശരിക്കും അത് പ്രവർത്തിക്കത്തില്ല. നമുക്കറിയാം, ഈ ഫാന് ഇത് കേടായിപ്പോയാൽ അത് ചലിക്കത്തില്ല അല്ലേ? ഫാനുണ്ട് പക്ഷെ ചലിക്കത്തില്ല. ഭക്തിക്കും അങ്ങനെ തന്നെയാ. നമുക്കെല്ലാവർക്കും ഭക്തിയുണ്ട്, അതിന് കേട് പിടിക്കാനും സാധ്യതയുണ്ട്. ആ കേട് പിടിച്ചാൽ അത് വേണ്ടത്ര നിലയിൽ വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ സഭയ്ക്കോ കുടുംബത്തിനോ ദൈവജനത്തിനോ മധ്യത്തിലോ നമ്മുടെ ആത്മീയ ജീവിതത്തിനോ ഒന്നും അത് പ്രയോജനം ചെയ്യത്തില്ല. ഭക്തിക്ക് കേട് പിടിക്കാൻ പാടില്ല എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ വാക്ക്, ഭക്തി എന്നുള്ളതിന്റെ വിപരീതമായ വാക്കിൽ മൂന്നാമത്തേത് ജെയിംസ് ചാപ്റ്റർ 1:26, യാക്കോബ് 1:26. ഭക്തനെന്ന് നിരൂപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് മധ്യത്തിൽ എക്കാലവും ഉള്ള ഒരു കൂട്ടമാണത്. ഭക്തനെന്ന് നിരൂപിക്കുക. ആണ് ഭക്തനൊന്നുമല്ല, നിരൂപണം എന്താ, ചിന്ത എന്താ, ഞാനൊരു ഭക്തനാണെന്ന് ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് കപടഭക്തിയുടെ ലക്ഷണമായി നമുക്ക് കാണാനായിട്ട് കഴിയും. 4-ാമത്തെ പദം തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യമാണ്. 2 Timothy chapter 3:5. അവിടെ ഈ അന്ത്യകാലത്തെന്ന് പറഞ്ഞ് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞ് 1 മുതലുള്ള വാക്യങ്ങളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. 5-ാം വാക്യത്തിൽ പറയുന്നത്, അന്ത്യകാലത്തിന് ലക്ഷണമായിട്ട് പറയുന്നത് എന്താ, ഭക്തിയുടെ വേഷം ധരിച്ച് അനേകർ അതിന് ശക്തി ത്യജിച്ചു കളയുന്നവർ. ഭക്തിയുടെ വേഷം. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മധ്യത്തിലൊക്കെ അത് വളരെ ഗൗരവമായി ഓർപ്പിക്കേണ്ടുന്ന വിഷയമാണത്. ഈ ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് പിശാചാണ് നമ്മളെ ധരിപ്പിക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെ നടക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് വരികയാണ്, ഈ ഭക്തിയുടെ വേഷം ധരിപ്പിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ പറയും എനിക്കതൊന്നും വേണ്ട, അല്ലെ ഞാൻ സുവിശേഷകനാണ്, അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്നയാളാണ്, ശുശ്രൂഷിക്കുന്നയാളാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ പിശാച് നമ്മോട് പറയും, ഇടമണ്ടച്ചാരെ, ഈ ഭക്തിയുടെ വേഷം നീ ധരിച്ചാൽ നിനക്കിന്ന് ശുശ്രൂഷിക്കുന്നത് പോലെ നിനക്ക് ശുശ്രൂഷിക്കാനും പറ്റും, ഇന്ന് നിനക്ക് കിട്ടുന്നതിനേക്കാൾ അംഗീകാരവും കിട്ടും, അപ്പോൾ തന്നെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിനക്ക് പാപത്തെ സ്നേഹിക്കുന്ന ഒരു അനുഭവം നിനക്ക് വെച്ചു പുലർത്താനും പറ്റും. അവൻ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ ഭക്തിയുടെ വേഷം ഒരുപാട് ആളുകളെ ധരിപ്പിക്കാറുണ്ട്. ഞാൻ ഇന്ന് രാത്രി 100% വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മധ്യത്തിലുള്ള പല ആളുകൾ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നു, ഞാൻ ഈ ഭക്തിയുടെ വേഷം ധരിച്ചിട്ടുണ്ടോ? ഈ പൊയ്മുഖം ഞാൻ ധരിച്ചിട്ടുണ്ടോ? ആ കാപട്യ വേഷം ഞാൻ ധരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് വലിച്ചെറിഞ്ഞിട്ട് ഈ ഹോൾ വിട്ടു പോകുവാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്നത്. നാം ഭക്തന്മാരായി ജീവിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭക്തി എന്ന് പറയുന്നത് മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമുണ്ട് എന്ന് ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. മൂന്നാമത്തേത്, ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി നാം ജീവിക്കണം. നിഷ്കളങ്ക മക്കൾ എന്ന് പറഞ്ഞാൽ ശാസനയ്ക്ക്, ദൈവത്തിന്റെ ശാസനയ്ക്ക്, ദൈവത്തിന്റെ താക്കീതിന് അർഹതയില്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതം, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം, അതാണ് ദൈവത്തിന് നിഷ്കളങ്ക മക്കൾ. ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്.
നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥനയിൽ ഓർത്തൊരു കാര്യമുണ്ട്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി നാം ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഞാൻ ചുരുങ്ങിയ സമയം കൂടെ എടുത്ത് മൂന്നാമത്തെ ആശയം കൂടെ പറഞ്ഞ് ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളതാണ് കണ്ടത്. 1, അനുഗ്രഹീതമായ സഭാജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കണം. 2, വേർപാട് ജീവിതത്തിനായിട്ട് പ്രവർത്തിക്കണം. 3, അതിന് 15-ാം വാക്യം ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യ ജീവിതം, അനുഗ്രഹീതമായ സാക്ഷ്യ ജീവിതത്തിനായി നമ്മൾ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അനുഗ്രഹീതമായ സാക്ഷ്യ ജീവിതത്തിനായി നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. ആ പാരഗ്രാഫിൽ നിന്ന് തന്നെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അനുഗ്രഹീതമായ സാക്ഷ്യ ജീവിതത്തിനായി നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ കാണുന്നത് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ലോകം അന്ധകാരം നിറഞ്ഞതാ. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക. നമുക്കറിയാം, ഇരുട്ട് എത്രമാത്രം വർദ്ധിക്കുന്നു അതിനനുസരിച്ച് വെളിച്ചത്തിന്റെ മഹാത്മ്യം വർദ്ധിക്കുമല്ലേ. ഇപ്പം പകൽ ഒരു വലിയ പ്രകാശമുള്ള ഒരു ലൈറ്റ് പ്രകാശിപ്പിച്ചാലും അതിന് വലിയ പ്രാധാന്യമൊന്നും കാണുകയില്ല. എന്നാൽ ഇപ്പം നമുക്കിവിടെ ഇരിക്കുമ്പോൾ ലൈറ്റ് എല്ലാം അങ്ങ് പോയി എന്ന് വിചാരിക്കുക. ആരെങ്കിലും ഒരാൾ ഒരു മൊബൈലിലെ ടോർച്ച് ഒന്ന് തെളിയിച്ചാൽ അത് തന്നെ എന്തോ ഒരു ആശ്വാസമായിരിക്കും എല്ലാവർക്കും, ഇല്ലേ? അപ്പം പ്രിയപ്പെട്ടവരെ, ആ ഇരുട്ട് എത്രമാത്രമുണ്ടോ അതിനെ ആശ്രയിച്ചാണ് വെളിച്ചത്തിന്റെ പ്രസക്തി നിൽക്കുന്നത്. ലോകം ഇരുട്ടിൽ കഴിയുകയാണ്. ദൈവം നമ്മളോട് പറയുകയാണ്, ഈ ഇരുട്ടിൽ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം എന്നുള്ളത്. എങ്ങനെ നമുക്ക് പ്രകാശിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളോട് വായിക്കുന്നത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തെ ജ്യോതിസുകളെ പോലെ. അവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ആരുടെ ഇടയിൽ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നമ്മൾ ജീവന്റെ വചനം പ്രമാണിക്കണം. അങ്ങനെ ജീവന്റെ വചനം പ്രമാണിച്ചാൽ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും എന്ന് പറഞ്ഞാൽ, വചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ തനിയെ അങ്ങ് പ്രകാശിക്കും. നമ്മൾ പ്രകാശിക്കാനായിട്ട് വലിയ പരിശ്രമമൊന്നും ചെയ്യണ്ട. ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ തനിയെ പ്രകാശിക്കുന്നവരായിരിക്കും എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ ദൈവവചനത്തോടുള്ള സ്നേഹം, വചന വായന, വചന പഠനം, വചന ധ്യാനം, ഇതൊക്കെ വളരെയധികം അത്യാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ദൈവവചനത്തോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. നമ്മൾ വായനയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പുസ്തക പ്രകാശനത്തിൽ ഓർക്കുണ്ടായല്ലോ. ദൈവവചനത്തോട് നമുക്ക് സ്നേഹം ഉണ്ടാകണം, വചനത്തോട് നമുക്ക് സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പ്രമാണിക്കാൻ നമുക്ക്. നമ്മൾ ഇന്നിവിടെ ഈ മീറ്റിങ്ങിന് വന്ന എന്തിനാണ്? വചനത്തോടുള്ള സ്നേഹമാണ്, അല്ലേ? ആ സ്നേഹമാണ് നമ്മളെ തിരക്കുകളുടെ മധ്യത്തിലും ബദ്ധപ്പാടുകളുടെ മധ്യത്തിലും ഇവിടേക്ക് നമ്മളെ കൊണ്ടുവന്നത്. നാം ബന്ധപ്പെട്ട് അതിനാണ് ഇവിടേക്ക് വന്നത്. വചനത്തോടുള്ള സ്നേഹം നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഈ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും വലിയപ്പച്ചന്മാരുടെ ഒക്കെ ഫോട്ടോ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ മിക്ക ഫോട്ടോയിലും അവരൊക്കെ വേദോത്സവം പിടിച്ചാണ്ടാ ഫോട്ടോ എടുത്തേക്കുന്നില്ലേ? അതിന്റെ കാരണം എന്താ? അവർ സഭായോഗത്തിന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ സ്റ്റുഡിയോയിൽ കയറി ഫോട്ടോ എടുത്തു, അപ്പോൾ ബൈബിൾ അങ്ങ് പിടിച്ചുകൊണ്ടിരുന്നു എന്ന അർത്ഥമാക്കേണ്ടതില്ല. അവര് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ് സ്റ്റുഡിയോയിലേക്ക്. ഇന്നൊരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ എല്ലാം കൈവശമുള്ള ഫോണിൽ ക്യാമറയുണ്ട്, അല്ലേ? എന്നാൽ അന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്, അല്ലേ? അവര് ഫോട്ടോ എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ അവരെന്നും കൂടെ കൊണ്ടുപോകും, ബൈബിളും കൂടെ കൊണ്ടുപോകും. ഇത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് എടുക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? സമുദായത്തിന്റെ കെട്ടുപാടുകളെ വിട്ട് ഈ സത്യ ഉപദേശത്തിലേക്ക് വന്നപ്പോൾ അവരെ ധീരതയോട് പിടിച്ചു നിർത്തിയത് ദൈവത്തിന്റെ വചനമാണ്.
ഉറ്റവരും ഉടയവരും വിടക്ക് കൽപ്പിച്ചപ്പോൾ, അവർ പാർശ്വവൽക്കരിച്ചപ്പോൾ ധീരതയോട് നിർത്തിയത് ദൈവത്തിന്റെ വചനമാണ്. ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തത്, ആ ഉള്ളിലെ മനുഷ്യനെ വളർത്തുമാറാക്കിയത് ദൈവത്തിന്റെ വചനമാണ്. 8ഉം 10ഉം മക്കളുള്ള അവരുടെ കുടുംബങ്ങളെ തകർന്നു പോകാതെ നിലനിർത്തിയത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് അവര് ഫോട്ടോ എടുക്കുക എന്നൊരു വലിയ സംഭവം നടക്കുമ്പോൾ ഈ വേദപുസ്തകം മാറ്റിവെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തില്ല. നോക്കണം വചനത്തോടുള്ള അവരുടെ സ്നേഹം. എന്നാൽ ഈ തലമുറയിലേക്ക് വന്നപ്പോൾ വചനത്തോട് നമുക്ക് എത്രമാത്രം സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ദൈവവചനം എത്രമാത്രം വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. ഈ ദൈവവചനമായിട്ട് നടക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനത്തോടുള്ള ആ സ്നേഹമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദം, ഇത് ജീവന്റെ വചനമെന്നാണ് ഈ വാക്യത്തിൽ വായിക്കും. ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവന്റെ വചനം എന്ന് പറഞ്ഞാൽ ഈ വചനം നമുക്ക് ജീവൻ നൽകുന്നതാണ്. നമ്മൾ ഇന്ന് പകൽ എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ജീവനും എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. ഇത് ജീവനുള്ള വചനമാണ്, അല്ലേ? ഈ വചനം ജീവനുള്ള വചനമാണ്. നമുക്കറിയാം, ഒരു ന്യൂസ് പേപ്പറിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കേ ഉള്ളൂ, അല്ലേ? ചില ആളുകൾ വലിയ ആവേശത്തോട് പത്രം വായിക്കും, കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇത് മിനിഞ്ഞാന്നത്തെ പത്രമാണെന്ന് മനസ്സിലാക്കുന്നത്. വലിയ ദേഷ്യത്തോടെ അങ്ങ് വലിച്ചെറിയും, കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്തല്ലോ എന്ന്. ഒരു പത്രത്തിന്റെ ജീവൻ ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ഒരു വീക്കിലിയുടെ ജീവൻ ഒരു ആഴ്ചത്തേക്കേ ഉള്ളൂ. ഒരു മാസികയുടെ ജീവൻ ഒരു മാസത്തേക്കേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകമൊക്കെ അതിൻ്റെ ആയുസ് എത്ര ഉണ്ട്? ഒരു വർഷത്തേക്കുള്ളൂ. പിന്നെ തോറ്റു തൊപ്പിയിട്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളൊക്കെ തോറ്റു തൊപ്പിയിട്ട് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 2-3 വർഷത്തേക്കൊക്കെ അതിൻ്റെ ജീവൻ കണ്ടുവന്ന് വന്നേക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ജീവൻ നഷ്ടപ്പെട്ടു പോകാത്തതാണ്. ഇത് ജീവന്റെ വചനമാണ്. ഈ വചനം നമ്മൾ പഠിക്കും തോറും ധ്യാനിക്കും തോറും നമുക്ക് എന്ത് കിട്ടും? ജീവൻ കിട്ടും. സമൃദ്ധിയായ ജീവൻ കിട്ടും. സമൃദ്ധിയായ ജീവൻ കിട്ടും. ആ സമൃദ്ധിയായ ജീവൻ കിട്ടുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനും കൊണ്ട് സമൃദ്ധിപ്പെടും, അകത്തെ മനുഷ്യനും കൊണ്ട് അനുഗ്രഹിക്കപ്പെടും, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ 40 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു, 50 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു, 30 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു. അന്നായിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു, എന്തോ ഒരു സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും ഇല്ല. ഞാൻ പറയുന്നത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതൊരു ദൈവനിന്ദ എന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. അന്ന് രക്ഷിക്കപ്പെട്ടുള്ള എത്രമാത്രം വചനം പഠിച്ചു, എത്ര ഉപദേശ സത്യങ്ങൾ പഠിച്ചു, എത്രമാത്രം ആഴമേറിയ വചന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വളരെ കുറവല്ലായിരുന്നു. എന്നാൽ ഈ ഇത്ര കാലം കൊണ്ട് എത്രമാത്രം വചനം നമ്മൾ പഠിച്ചു, വചനം ധ്യാനിച്ചു. ഈ ജീവന്റെ വചനമാണ് നമ്മൾ ധ്യാനിച്ചത്. അപ്പൊ വചനം ധ്യാനിക്കുന്തോറും ഈ ജീവൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ വചനത്തോടുള്ള ബന്ധം നമുക്കില്ലാതെയായി, വചനം നമുക്ക് ഏതുമില്ലാതെയായി, വചനത്തോടുള്ള സ്നേഹം നമുക്കില്ലാതായി. അതുകൊണ്ടാണ് ഞാൻ 40 വർഷമായി രക്ഷിക്കപ്പെട്ടിട്ടും ഇന്ന് എനിക്ക് പണ്ടത്തെ സന്തോഷമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് കാരണമെന്ന് പറയുന്നത് അവർ വചനത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയുകയാണ്. വചനത്തോടുള്ള ആദരവ് അവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഒരുത്തര് പോലും അങ്ങനെ പറയരുത് എന്നാണ് ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ജീവന്റെ വചനം പൗലോസിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റം, താൻ രക്ഷിക്കപ്പെട്ട ആ കാര്യത്തെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ദമസ്കോസിന്റെ പടിവാഹത്തിൽ വെച്ച് കർത്താവിനെ കണ്ടെത്തിയ കാര്യമൊക്കെ താൻ പറയുന്നു. നമുക്കറിയാം, ദമസ്കോസിന്റെ പടിവാഹത്തിൽ വെച്ച് അദ്ദേഹം കർത്താവിനെ കണ്ടെത്തിയതിനെ കുറിച്ച് 3 ഭാഗത്തെ പ്രവർത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം എന്നെ ചുറ്റുമിനി. ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം എന്നെ ചുറ്റുമിനി, ഇല്ലേ? 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി അങ്ങ് വിശദമാവുക. ആകാശത്ത് നിന്ന് എന്തൊരു വെളിച്ചമാ? വലിയൊരു വെളിച്ചം എന്നെ ചുറ്റുമിന്നി. നോക്കണം, കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ സന്തോഷം വർദ്ധിക്കുകയാണ്, ആ രക്ഷയുടെ മഹത്വം വർദ്ധിക്കുകയാണ്, ആ ഭക്തി വർദ്ധിക്കുകയാണ്, തന്റെ ആത്മീക നിലവാരം മെച്ചപ്പെടുകയാണ്. ഒരു വെളിച്ചമെന്ന് പറഞ്ഞെടുത്ത് വലിയൊരു വെളിച്ചമാവുകയാണ്. 26-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാം ചിന്തകളെ കവിയുമാറുള്ള ഭാഷ്യമാണ് അവിടെ കാണുന്നത്. എന്താ? നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്നോ ഒരു വെളിച്ചം. ഇതാണ് ജീവന്റെ വചനം ഒരാളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്താലുള്ള പ്രയോജനം.
ഇത് ഉണ്ടാകുന്നില്ലെങ്കിൽ ജീവന്റെ വചനം ക്രിയ ചെയ്യുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. വചനത്തിന് മുമ്പിൽ നമ്മൾ അലംഭാവമായിട്ട്, എന്ന് പറഞ്ഞാൽ വചനത്തെ നമ്മൾ നിസ്സാരമായി കാണുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സാക്ഷ്യ ജീവിതമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുവാൻ നിർബന്ധിതനായിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാക്ഷ്യ ജീവിതം, അവരുടെ ഇടയിൽ, അവരുടെ നടുവിൽ എന്താ? നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കും. അപ്പൊ ജീവന്റെ വചനം പ്രമാണിച്ചാൽ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. നമ്മുടെ സാക്ഷ്യ ജീവിതം എങ്ങനെയുണ്ട്? വചനത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? വചനത്തോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയുണ്ട്? നമ്മുടെ സാക്ഷ്യ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമയത്ത് തന്നെ അവസാനിപ്പിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ ഈ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചേർത്ത് പറയുന്ന 1-ാം അധ്യായം, അതിൻ്റെ 23-ാം വാക്യം, 23-ാം വാക്യം, ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 1:23. വിട്ടുപിരിഞ്ഞ് പൗലോസ് പറയാ, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയണോ ജീവിക്കണോ, രണ്ടിനാലും ഞാൻ ഞെരുങ്ങുകയാണ്. പൗലോസിനോട് ഏതാ നിനക്ക് വേണ്ടിയത് എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇരിക്കണോ പോകണോ? ഞാൻ രണ്ടിനാലും ഞെരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മരണത്തെ ഭയമില്ലാത്ത ഒരു സാക്ഷ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. പൗലോസ് പറയാണ്, എനിക്ക് വിട്ടുപിരിഞ്ഞ് പോകുന്നതാണ് ഇഷ്ടം, പക്ഷേ ഞാൻ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം. പക്ഷെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറണം. 3 കാര്യങ്ങൾ നോക്കിയേ. അതിൻ്റെ 20-ാം വാക്യം അതിൻ്റെ 20-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം, എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എൻ്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ മഹിമപ്പെടുകണം. കർത്താവ് എൻ്റെ ജീവിതത്തിലൂടെ മഹിമപ്പെടും. എനിക്ക് വിട്ടുപിരിഞ്ഞ് പോകാനാണ് ഇഷ്ടം, പക്ഷെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടും. എന്തോ ഒരു ആഗ്രഹമല്ലേ, എന്തോരാഗ്രഹം. ദൈവം നമുക്ക് എല്ലാ നന്മകളും തന്ന് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ തന്ന് നമ്മുടെ ലോകത്തിലാക്കിയിരിക്കുകയാണ്. ഈ ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. ഞാൻ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളൊന്ന് ചിന്തിക്കണം, ഇന്ന് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കർത്താവ് മഹത്വപ്പെട്ടു. 2-ാമത്തെ കണ്ടീഷൻ, പൗലോസിന്റെ 2-ാമത്തെ കണ്ടീഷൻ, അതിൻ്റെ 22-ാം വാക്യമാണ്. 22-ാം വാക്യം 1:22. നോക്കണേ, എൻ്റെ വേലയ്ക്ക്, സുവിശേഷ വേലയ്ക്ക് ഫലം വരണം. ഞാൻ മരിക്കുന്നതാണ് എനിക്കിഷ്ടം, വേണം ഞാൻ ജീവിക്കാം, പക്ഷെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ മൂലം എന്തിന് ഫലം വരണം? സുവിശേഷ വേലയ്ക്ക് ഫലം വരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. 3-ാമത്തെ വ്യവസ്ഥ 25-ാം വാക്യം. നോക്കണേ, ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധി, അല്ലെങ്കിൽ ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം കൂടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്നുണ്ടാകണം? ദൈവജനം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കൂട്ടുവിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടണം, ദൈവജനത്തിന് വിശ്വാസത്തിന് അഭിവൃദ്ധി ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അതായിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ കണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളതാണ്. അതിൻ്റെ 2-ാം ഭാഗം എന്നുള്ള നിലയിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം. ഒന്നാമതായി നാം കണ്ടത് അനുഗ്രഹീതമായ ഒരു സഭാജീവിതത്തിനായി നാം പ്രവർത്തിക്കണം. 2-ാമതായി നാം കണ്ടത് അനുഗ്രഹീതമായ ഒരു വേർപാട് ജീവിതത്തിനായി നാം പ്രവർത്തിക്കണം. 3-ാമതായി ഒരു സാക്ഷ്യ ജീവിതത്തിനായി നാം പ്രവർത്തിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? പ്രിയപ്പെട്ടവരെ, നാളുകളിനി അധികം നമ്മുടെ മുമ്പിലില്ല, കാലങ്ങളിനി അധികം നമ്മുടെ മുമ്പിൽ നമ്മളെ കാത്തു നിൽക്കുകയില്ല. നാം ആശയോട് കാത്തിരിക്കുന്നത് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന് മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കർത്താവിനെ പ്രസാദിപ്പിച്ച് നാം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ അവയെ തിരുത്തുവാൻ ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ലവോദിക്ക സഭ അവിടെയുള്ള ആളുകൾ ചിന്തിച്ചിരുന്നത്, ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല,
പക്ഷെ കർത്താവ് പറയുന്നു, നീ സമ്പന്നനല്ല, നീ ദരിദ്രനാണ്, നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്. പക്ഷെ കർത്താവ് പറയാ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ പറയുന്നത് എന്താ? നീ സമ്പന്നനാകാൻ ഞാൻ നിനക്ക് പൊന്ന് തരാം, നിന്റെ നഗ്നത മറയ്ക്കുവാൻ ഞാൻ നിനക്ക് വെള്ളവസ്ത്രം തരാം, നിന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ ഞാൻ നിനക്ക് കണ്ണിലെഴുതാൻ ലേപം തരാം. പക്ഷെ എങ്ങനെ തരാമെന്ന് പറഞ്ഞത്? എന്നോട് വിലയ്ക്ക് വാങ്ങിക്കൊള്ളു. അയ്യോ, അതിന് കർത്താവ് ഒരു കട നടത്തുകയാണോ? നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നു, ഇങ്ങോട്ട് സാധനം തരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതൊക്കെ തരും, പക്ഷെ വിലക്കേ തരികയുള്ളൂ. ആ വിലയെന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്തോത്രയാഴ്ച ഇടുന്നതാണോ? ഏതായാലും സുവിശേഷത്തിന് കൂട്ടായ്മ കൊടുക്കുന്നതാണോ? പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല ഇവിടുത്തെ വില എന്ന് പറയുന്നത്. ഇവിടുത്തെ വില എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് ഞാൻ വിട പറയുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷമെന്ന് കണ്ട ദൈവഹിതമല്ലാത്ത കാര്യങ്ങളോട് ഞാൻ എന്നേക്കുമായി വിട പറയുക എന്നുള്ളതാണ്. കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. അതാണ് വില എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുമ്പ്, കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്നെ കേൾപ്പിച്ച ഈ ആലോചനകളുടെ മുമ്പിൽ അങ്ങ് എന്നോട് ചോദിക്കുന്നത്, നീ എനിക്കെന്ത് വില തരും എന്നുള്ളതാണ്. ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? കർത്താവ് പറയുക, നീ എന്നോട് വിലയ്ക്ക് വാങ്ങിക്കൊള്ളുക. നമ്മുടെ നിലവാരമല്ല ദൈവം ഒരുപക്ഷെ കാണുന്നത്. ഞാനൊരു പക്ഷെ വിചാരിക്കും, ഞാൻ നല്ല ഭക്തനാണ്, ഞാൻ ആത്മീകനാണ്. പക്ഷെ എൻ്റെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാം, നിന്റെ സകല ആത്മീക വിഷയങ്ങൾക്കും ഞാൻ നിനക്ക് മാറ്റം വരുത്തി തരാം. പക്ഷേ നീ ഈ സാധനങ്ങൾ എന്നോട് വിലയ്ക്ക് വാങ്ങണം. കർത്താവ് നമ്മുടെ അടുക്കൽ ഈ സാധനവുമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ കർത്താവിനോട് ഇന്ന് രാത്രി എന്തെങ്കിലും വാങ്ങുവാൻ ആഗ്രഹമുണ്ടോ? കർത്താവെ, ഞാൻ വില തരാം, നീ എനിക്ക് തന്നാട്ടെ. കർത്താവെ, ഞാൻ നിനക്ക് ഇന്നത് വിലയായിട്ട് തരാം, എനിക്കത് ആവശ്യമുണ്ട് കർത്താവെ, എനിക്ക് തരണമേ കർത്താവെ. ആരും ഒരു വില പോലും കൊടുക്കാതെ, ഒന്നും വാങ്ങാതെ കടന്നു പോകരുതെന്ന് വളരെ വിനയത്തോടെ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി എന്ത് വില കൊടുക്കും കർത്താവിന്? കർത്താവെ, ഞാൻ ഇന്നത് നിനക്ക് വിലയായിട്ട് തരുന്നു. ഞാൻ ഇന്ന കാര്യം അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. എന്നെ നീ ശക്തീകരിക്കണമേ കർത്താവെ, എന്നെ കുറെ കൂടി ആത്മീകനാക്കണമേ, എന്നെ അനുഗ്രഹിക്കപ്പെട്ടവളായി അവിടുന്ന് തീർക്കണമേ കർത്താവെ. ഞാൻ ആ വിശ്വാസത്തിൻ്റെ ആ രക്ഷയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് നമുക്ക് ദൈവസന്നിധി തീരുമാനമെടുക്കാം. ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.